കാലവർഷം എത്തിയാൽ രോഗങ്ങളുടെ പെരുമഴയാണ്. കുടിക്കുന്ന വെള്ളത്തെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. കാലവർഷം കനത്തതോടെ ജലജന്യ രോഗങ്ങളുടെ ഭീഷണിയാണ് എങ്ങും. നമ്മുടെ വീട്ടുമുറ്റത്തെ കിണർ, കുഴൽ കിണർ, പുഴയിൽ നിന്നും ജല അതോറിറ്റി പൈപ്പ് എന്നിവ വഴി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വെള്ളം ശുദ്ധമാണോ എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക. കുടിക്കുന്ന വെള്ളത്തിലും ശരീരത്തിന് ആവശ്യമായ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്നൊന്നും നമ്മൾ നോക്കാറില്ല. വ്യാപകമായ രോഗപകർച്ച, ഭക്ഷ്യവിഷബാധ എന്നിവ ഉണ്ടാകുമ്പോഴാണ് അധികൃതരും വ്യക്തികളും പലപ്പോഴും വെള്ളം പരിശോധിക്കുന്നത് തന്നെ. വെള്ളം സംഭരിച്ചു വെക്കുന്ന പാത്രങ്ങൾ, ടാങ്കുകൾ എന്നിവയുടെ ശുചിത്വ കാര്യത്തിലും പലരും ആവശ്യമായ ജാഗ്രത കാണിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഒരു ഗ്ലാസ് വെള്ളം മതി നമ്മെ രോഗിയാക്കാൻ, പ്രത്യേകിച്ച് മഴക്കാലത്ത്. കുടിക്കുന്ന വെള്ളം ശുചിത്വമുള്ളതല്ലെങ്കിൽ നമ്മെ രോഗിയാക്കാൻ അത് തന്നെ ധാരാളം. മലിനമായ വെള്ളത്തിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് സാധാരണയായി ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഛർദി, വയറിളക്കം, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ തുടങ്ങിയവ. ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ ഹാനികരമായ സൂക്ഷ്മജീവികൾ വെള്ളത്തിലൂടെ രോഗം പരത്തുന്നുണ്ട്. മലിനജലത്തിലൂടെ രോഗിയുടെ വിസർജ്യാംശം അടങ്ങിയ ഭക്ഷണ പദാർത്ഥം വഴി പകരുന്ന രോഗമാണ് ടൈഫോയിഡ്. ഈകോളി, കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം ജില്ലയിലെ കിണറുകളിൽ നിന്നും കിട്ടുന്ന വെള്ളത്തിൽ സർവത്ര ഉണ്ടാകുന്നുണ്ടെന്ന് ലാബ് പരിശോധനയിൽ നിന്നും അധികൃതർ പറയുന്നുണ്ട്. 100 മില്ലി ലിറ്റർ വെള്ളത്തിൽ 10 മില്ലി ലിറ്റർ രോഗാണുക്കളുള്ള വെള്ളം ശരീരത്തിലെത്തിയാൽ മഞ്ഞപ്പിത്തം ബാധിക്കും. ഈകോളി രോഗാണുക്കളുടെ സാന്നിധ്യമുള്ള വെള്ളം ശരീരത്തിലെത്തിയാൽ പോളിയോ മിലിറ്റസ് ബാധിക്കും. ഫ്ലൂറൈഡ് കൂടുതലുള്ള വെള്ളം ഭക്ഷണം പാചകം ചെയ്യാനും കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കുമായി തുടർച്ചയായി ഉപയോഗിച്ചാൽ ഡെന്റൽ ഫ്ലൂറോസിസ്, സ്കെലറ്റൽ ഫ്ലൂറോസിസ് എന്നിവയുണ്ടാകും. ഇനി കുടിക്കുന്ന വെള്ളം ശുദ്ധമാണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് നോക്കേണ്ടത്. കുടിക്കുന്ന വെള്ളത്തിന് കലക്ക നിറം, ഇഷ്ടപ്പെടാത്ത രുചി, മണം എന്നിവയുണ്ടായാൽ ശ്രദ്ധിക്കണം. ജലവിതരണ പൈപ്പുകൾ തുരുമ്പിക്കുന്നതും ദ്രവിക്കുന്നതും വഴിയുള്ള രാസപദാർത്ഥങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കേണ്ടതുണ്ട്. ജലത്തിൽ ലവണ സാന്നിധ്യം അനുവദനീയമായതിലും കൂടാൻ പാടില്ല. ജലജന്യ രോഗങ്ങൾ പരത്തുന്ന രോഗാണുക്കളുടെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമേ വെള്ളം ഉപയോഗിക്കാവൂ. ഇനി കുടിക്കുന്ന വെള്ളം ശുദ്ധമാണോ അല്ലയോ എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും എന്നതാണ്. ജലം ലാബിൽ പരിശോധന നടത്തി ഉറപ്പുവരുത്താൻ ജല അതോറിറ്റിയുടെ വാട്ടർ ക്വാളിറ്റി കൺട്രോൾ ഒരുക്കുന്ന നിരവധി സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. 5 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ റിപ്പോർട്ടും കിട്ടുന്നതാണ്. മണം, നിറം, അസിഡിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഫ്ലൂറൈഡ്, അയൺ, നൈട്രേറ്റ്, റെസിഡ്യൂൾ ക്ലോറിൻ, കോളിഫോം, ഈകോളി, ടാർബിഡിറ്റി, pH, ആൽക്കനൈറ്റി, സോളിഡ്, ഫാർഡ്നസ്, കാൽസ്യം, മഗ്നീഷ്യം, ക്ലോറൈഡ് എന്നിങ്ങനെയുള്ളവ പരിശോധിച്ചാണ് ലാബിൽ നിന്നും റിപ്പോർട്ട് നൽകുക. കഴിവതും വെള്ളത്തിൽ നമുക്ക് ആവശ്യമായ ധാതുക്കൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം രോഗങ്ങൾ പെരുകുന്ന ഈ കാലഘട്ടത്തിലും കുടിക്കുന്ന വെള്ളത്തിനെ പോലും വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.